ഒരു കുട്ടി അതിൻ്റെ സങ്കടം പങ്കുവയ്ക്കുകയാണ്. എൻ്റെ വീട്ടിലെ ആർക്കും എന്നെ വേണ്ട, ആകെ പൊളിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല, സഹോദരങ്ങൾ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ സ്വന്തം വീട്ടിൽ ഒറ്റപ്പെട്ട് കരഞ്ഞ് വിഷമിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടി. ചിലരെങ്കിലും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം. വഴി പോണെ ആരെങ്കിലും നമ്മളെ അവഗണിച്ചാൽ നമുക്ക് വിഷമമില്ലല്ലോ. വഴി പോണെ ആരെങ്കിലും ആണ് നമ്മളെ ചതിച്ചതെങ്കിൽ, നമ്മളെ ഒറ്റപ്പെടുത്തിയതെങ്കിൽ നമുക്ക് വിഷമമില്ല. നമുക്ക് വിഷമം ഉണ്ടാകുന്ന എപ്പോഴാണ്? ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരാകുമ്പോഴാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കണ്ടുമുട്ടുക. പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ജീവിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്യും? ഈശോ നമ്മോട് വചനത്തിലൂടെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. 1 പത്രോസ് 3:9. ഒറ്റപ്പെടലിലൂടെയും നിന്ദനത്തിലൂടെയും കഷ്ടപ്പാടിലൂടെ നീ കടന്നു പോകുമ്പോൾ ഉണ്ടല്ലോ, നിന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കാനായിട്ട്, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ യു ആർ ബ്ലെസ്ഡ്. അത് തന്നെയല്ലേ ഈശോയും പ്രാർത്ഥിച്ചത്: പിതാവ്, ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർക്ക് അറിയത്തില്ല, ഇവരോട് ക്ഷമിക്കണേ എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട ഒരു മനോഭാവം അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വ്യക്തികൾ, അത് ആരും ആയിക്കോട്ടെ, ഒരു അപ്പനും അമ്മയൊക്കെ ആയിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, അവരോട് ക്ഷമിക്കാനായിട്ട്, അവരെ മാറ്റി നിർത്താതെ, അവരെ തിരിഞ്ഞു നിന്ന് തെറി പറയാതെ, അവരെ അനുഗ്രഹിച്ച് എല്ലാ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിച്ചാൽ ഞാൻ ഉറപ്പ് തരാം, നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും.